യൂസുഫുൽ കർദാവി ലോകത്തോട് വിട പറഞ്ഞു പോയി. കഴിഞ്ഞ മാസം ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. ഖത്തറിലെ മഹാപണ്ഡിതൻ. അദ്ദേഹം ഈജിപ്ഷ്യനാണെങ്കിലും അവസാന കാലഘട്ടം ഖത്തറിലായിരുന്നു. ഖത്തറിലെ ഫുട്ബോൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അവിടുത്തെ ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ യൂസുഫുൽ കർദാവി ഒരിക്കൽ എഴുതി വെച്ചൊരു ലേഖനത്തിലുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വലിയ ഫോട്ടോ കാണുകയാണ്. അത് ഏതോ മാധ്യമത്തിൽ കണ്ടതാണ്. എന്താ കണ്ടത്? 70-80 നിലയുള്ള വലിയൊരു ലോകത്തിലെ വലിയൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോൾ അതിന്റെ ക്രെയിന് വലിയ നീണ്ട അവസ്ഥയിൽ പുറത്തേക്ക് തെറിച്ചു നിൽക്കുകയാണ്. അതിലേക്ക് സാധനം കയറ്റാനുള്ള ക്രെയിനാണ് നീണ്ടു നിൽക്കുന്നത്. ആ ക്രെയിനിന്റെ തലപ്പത്ത് ഏതോ ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാപണ്ഡിതൻ എഴുതി, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എവിടെ വെച്ച് നിസ്കരിക്കുമ്പോഴാണ്? മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ മനുഷ്യന്റെ ഈ നിസ്കാരം കാണുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക എന്നതാണ്. കാരണം പണിക്കാരാണ്. മേത്ത് ചളിയൊക്കെ ഉണ്ടാകാം, പക്ഷെ ചളിയൊന്നും നജസൊന്നുമല്ല, നമ്മളോ മണ്ണിൽ നിന്നുണ്ടായതാണ്. ചില ആൾക്കാർക്കൊരു തോന്നലുണ്ട് മണ്ണുണ്ടായാൽ നിസ്കരിക്കാൻ പറ്റൂല. നജസ് എന്ന് പറഞ്ഞാൽ മണ്ണല്ല. ഒളു കിട്ടണില്ലെങ്കിൽ നമ്മൾ ഒളുവിന് വെള്ളം കിട്ടണില്ലെങ്കിൽ ഉണ്ടാക്കേണ്ട സാധനം മണ്ണാണ്. അവിടെ നല്ല ശുദ്ധമായ മണ്ണുണ്ടാന്ന് വിചാരിച്ചിട്ട് ആർക്കും അങ്ങനെയുണ്ട്. ചില കൂലിപ്പണിക്ക് പോയാൽ നിസ്കരിക്കൂല, കാരണം ചളിയാണ് മണ്ണാണെന്ന് പറഞ്ഞിട്ട്. മണ്ണും ചളിയും നജസല്ലാന്ന്. നമ്മൾ കുറച്ചും കൂടി കിതാബോധിയവരോടൊന്ന് ചോദിക്കുക. ഫത്തുൽ മൊഴിയിൽ പോലും പറയുന്നത് നിങ്ങളൊരു ചാണകക്കുഴി എന്നല്ല അതിൽ പറയുന്നത്, ചാണകക്കുഴിയിലേക്ക് വീണു എന്ന് വെക്കുക. ആ ചാണകക്കുഴിയിൽ വീണിട്ട് ഇങ്ങനെ കഴുത്ത് വരെ ചാണകമാണ്, കയ്യും കാലും ഒക്കെ ചാണകത്തിൽ, തല മാത്രം പുറത്തേക്ക്. അത് നമുക്ക് കയറാനും പറ്റുന്നില്ല, ആരും അവിടെ കയറ്റാനും ഇല്ല എങ്കിൽ നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ പോകുന്നു എന്ന് കണ്ടാൽ ആ ചാണകക്കുഴിയിൽ നിന്ന് തല കൊണ്ട് നിസ്കരിക്കണമെന്നാണ് വിധി. ചാണകക്കുഴിയിൽ നിന്ന് വിധി അതാണ്. അവിടെ അങ്ങനെ നിസ്കരിക്കണം. അതുവരേക്കും ആ ചാണകം നജസല്ല. ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി, അത്രയും വലിയ കാര്യമാണ് നിസ്കാരം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി, അയാൾക്ക് ഇങ്ങനെ മൂത്രവാർച്ചക്കാരെ പോലെ മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പൈപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിന്റെ നേരമായാൽ ആ മനുഷ്യൻ അവിടെ കിടന്ന് നിസ്കരിക്കണം. ആ സമയത്ത് മൂത്രം പോയാൽ പോലും നിസ്കാരം ഒഴിവാവുകയില്ല എന്നാണ് ഫിഖ്ഹിന്റെ വിധി. പിന്നെ എവിടുന്നാ നമ്മൾ നിസ്കാരം ഓഫാക്കാൻ നമുക്ക് പറ്റുക? നിസ്കാരം ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റുക? ഇപ്പതാ ഇന്ന് കുറെ ആൾക്കാർ ചുരിദാറും സാരിയൊക്കെ എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇന്നത്തെ ളുഹർ അവിടുന്ന് ഇവിടെ നിസ്കരിക്കൂല. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലോ. ഇതൊക്കെ കുടും ചതിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഉള്ള ചുരിദാറും കൊണ്ട് നിസ്കരിച്ചോ. നിസ്കാരക്കുപ്പായം തന്നെ നിസ്കാരത്തിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫുള്ള് ശരീരം മറക്കണമെന്നേ ഉള്ളൂ. ചില പെൺകുട്ടികൾ കാണാൻ കല്യാണത്തിൻ്റെ അന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, ഞാൻ കുറ്റപ്പെടുത്തല്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തലേന്ന് മേക്കപ്പ് മാന് വന്നിട്ടുണ്ടാവും. എന്നിട്ട് സാധു ഇടങ്ങറായി നടക്കാവും. അന്നത്തെ സുബഹില്ല, അന്നത്തെ ളുഹറില്ല, അന്നത്തെ അസറില്ല. ഇനിത് ഭാവിയിൽ ഈ പ്രസംഗം യൂട്യൂബിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഇതര സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാർ ക്ഷമിക്കുക. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോടാണ്. നാളെ വിവാദവും കൊണ്ട് പിന്നിൽ എഴുതാൻ വരണ്ട. അപ്പൊ നമ്മൾ പുതുപെണ്ണായി ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് പോകാനാണ് നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത്. അതിനാണ് നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത്. ഓരോ സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. അത്രക്കും പ്രധാനപ്പെട്ടതാണ്. ഫ്ലൈറ്റിൽ ആളുകൾ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആളുകൾ നിസ്കരിക്കാതെ കാണങ്ങനെ പോണം. ഫ്ലൈറ്റിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് പലരുടെയും ധാരണ. അവിടെ മുസല്ലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫിഖ് പഠിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. വെള്ളം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആ ചെറിയ ടോയ്ലറ്റിൽ ഉള്ളിൽ കയറിയിട്ട് 300 ആൾക്കാരും കൂടി ഒതുക്കാൻ പാടില്ല. പറ്റുമെന്ന് പറഞ്ഞാൽ പോലും പാടില്ല. കാരണം അത് ശരിയല്ല. കാരണം അവിടെ വെള്ളം അത്രേ ഉള്ളൂ. വെള്ളം പറ്റ കുറവായതുകൊണ്ടാണ് ആ ഫ്ലഷ് ചെയ്യുന്നത് പോലും വെള്ളമല്ലാതെ കുറെ കാറ്റായി എയറായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഒതുക്കാൻ പാടേയില്ല. അത് തെറ്റാണ്. നിങ്ങൾ എത്ര വലിയ മുത്തക്കിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ഒതുക്കരുത്. കാരണം അത് ആ ഫ്ലൈറ്റിലെ 100-400 ആൾക്കാർക്കുള്ള വെള്ളമാണത്. അത് വഴിക്ക് വെച്ചിട്ട് ഇങ്ങനെ, ഞാൻ ഇന്നാൾ ഇപ്പോൾ ആഫ്രിക്കയിൽ പോയപ്പോൾ 9 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ പോയത്. ഈ 9 മണിക്കൂറിൻ്റെ ഉള്ളിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ 4 ആൾ ഒതുർത്താൽ വെള്ളം തീരൂലേ. അതുകൊണ്ട് ആ ഒതുവിനെ നമ്മൾ പോവരുത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ തയമം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല. അപ്പം ചെയ്യേണ്ട പണി എന്താ? നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ഉറക്കടിക്കൊന്നും വേണ്ട. ആ മനുഷ്യൻ അറിയും കൂടി വേണ്ട. മെല്ലെ ഒരു അടിയടിക്കുക, എന്നിട്ട് മുഖം തടവുക,
എന്നിട്ട് നിയ്യത്ത് വെക്കേണ്ടത് എന്താ? തയമ്മത്തിന്റെ നിയ്യത്താണ്. ഒരടിയും കൂടി അടിക്കുക, വലത്തെ കൈയും ഇടത്തെ കൈയും ഇതേപോലെ തടവുക. എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ. ചില ആളുകൾ കാണാൻ ഇങ്ങനെ പിടിച്ചിട്ട് കാലൊക്കെ തടവണം. തയമ്മത്തിൽ കാല് തടവലില്ല. ഈ രണ്ടവയവം മാത്രം, മുഖവും മുങ്കയും മാത്രം. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട്, ഈ ആൾക്ക് ശല്യമൊന്നും വരാതെ ഇരുന്നോണ്ട്, ഉറക്ക ഫാത്തിയോദണ്ട, ഉറക്കതാക്കണ്ട, മെല്ലെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോ. എന്തൊരു രസമുണ്ടാവുന്ന ഒരു ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് 100-400 ആളുകൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളിരുന്ന് നിസ്കരിക്കുകയാണ്. അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമായിരിക്കും അത്. വായുലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജഗനിയന്താവായ തമ്പുരാൻ എത്രമാത്രം സന്തോഷത്തോടെ ആയിരിക്കും നോക്കുക. ഞാനിപ്പോൾ ഇന്നാൾ ഞാനും എൻ്റെ 2 മക്കളും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വന്നു, ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റും? എന്നിട്ട് ഓലും പിന്നെ തുടങ്ങിയ നിസ്കാരം ഇങ്ങനെ പോവാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ദുബായിൽ പോയിട്ട് ളുഹുർ അസറും കൂടി കളാക്കുക. ചില സുബഹി നിസ്കാരം പോലും ഇങ്ങനെ വരാറുണ്ട്. കാരണം 4 മണിക്ക് എടുക്കുന്ന ഫ്ലൈറ്റ് ആയിരിക്കും. ഫ്ലൈറ്റ് ആണ്ട് പൊങ്ങി 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സുബഹി നിസ്കരിക്കേണ്ടി വരും. ഇത് പിന്നെ ദുബായി പോയി നിസ്കരിക്കാൻ നിന്ന് അവിടുത്തെ 11 മണിയാവും നമ്മൾ നിസ്കരിക്കാൻ. ആ സുബഹി എവിടെ പോയി? അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും ഇതിന് വലിയ രീതിയിലുള്ള ഒരു അനുഭാവം നമ്മൾ കൊടുക്കണം. ഒഴിവാക്കില്ല ഞാൻ എന്നുള്ള തത്വം നമുക്കുണ്ടാകണം. ഏത് ലോകത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇത് ഞാൻ ഒഴിവാക്കില്ല എന്ന്, എൻ്റെ തമ്പുരാനെ ഓർക്കുന്നത് ഞാൻ ഒഴിവാക്കില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തയുണ്ടാകണം. ആ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിതാ ഉളിയത്ത് ഫാമിലി കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് സക്കാത്തിന്റെ കാര്യം. സക്കാത്ത് കൊടുക്കാതെ നമ്മൾ കുറെ സദക്ക കൊടുക്കും. സക്കാത്ത് കണക്കൂട്ടി കൊടുക്കൂല. സക്കാത്ത് കൊടുക്കാതെ സദക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർള് നിസ്കരിക്കാത്തവനെ പോലെയാണ്. കുറേ സുന്നത്ത് അങ്ങനെ നിസ്കരിക്കേണ്ട. ളുഹറിന് മുമ്പുള്ള സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, 11 സുന്നത്ത്. ളുഹർ നിസ്കാരം മാത്രമല്ല. അതുകൊണ്ട് നിർബന്ധമായ ദാനമാണ് സക്കാത്ത്. അത് കൊടുക്കാതെ നമ്മൾ കുറെ സദക്ക കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കാൻ നമുക്ക് പറ്റണം. എന്നോട് ഈ അടുത്തിടെ ദുബായിൽ, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്, അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാം, അല്ലാഹു ആലം അത്ര സമ്പത്തുണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞുകൂടാ. 2000 കോടിയിലേറെ സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് സാധാരണ പറയാറ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ബിസിനസ്സുകളെല്ലാം വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടൊക്കെ നിസ്കാരത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം സക്കാത്തിനെയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് കൊടുക്കുക എന്ന നിർബന്ധമാണ്. ഇതാർക്കാ കൊടുക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കാ കൊടുക്കേണ്ടത്. ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാരുണ്ടോ അതിൽ ഉറപ്പായിട്ടുണ്ടാകും. ഉളിയത്ത് ഫാമിലിയിൽ ഫക്കീറും മിസ്കീനും ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ വർഷത്തിൽ കണക്ക് കൂട്ടിയത് റമദാനിലോ അല്ലാതെയോ കണക്ക് കൂട്ടി അത് മൊത്തത്തിൽ ശേഖരിച്ച് കുടുംബത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷത്തിലും ഓരോ വീട് വെക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. ഓരോ വർഷത്തിലും ഓരോ വീട് ഓരോ പാവങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. ഇത് തമാശയായിട്ട് നിങ്ങൾ കാണണ്ട. നമ്മൾ കൃത്യമായി ഇത് ചെയ്തു തുടങ്ങിക്കോ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. ഓരോ വർഷത്തിലെയും സക്കാത്ത് ഈ സമ്പന്നിൽ നിന്ന് പിരിച്ച് കുടുംബത്തിലെ ആളുകൾക്ക് വീട് വെക്കാൻ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സക്കാത്ത് സദക്ക കൊടുക്കുന്നവർ കൊടുത്തോ. ഞാൻ പറയുന്നത് ഇങ്ങനെ കുടുംബത്തിന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. കുടുംബത്തിൽ നിന്നും സ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കണം. സ്നേഹം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ്. ജാടയോട് കൂടിയിട്ടുള്ള സ്നേഹമാകരുത്. ജാടയോട് കൂടിയുള്ള സ്നേഹം നമുക്ക് ആവശ്യമില്ല. അത് ജാടയാണ്. സത്യത്തിൽ നമ്മൾ ഉള്ളിൽ നിന്ന് സ്നേഹിക്കണം. ഈ സദസ്സിലും ഒരു പക്ഷേ ഞാൻ നിങ്ങളെ പറയല്ല കേട്ടോ, അമ്മായിമ്മ ഒരു മൂലക്കലും പോയിരിക്കുന്നുണ്ടാവും, മരുമകളൊരു മൂലക്കലും പോയിരിക്കുന്നുണ്ടാകും. കാരണം അമ്മായിമ്മന്റെ കൂടെ ഇരിക്കാൻ മരുമകൾക്ക് എന്തോ ഒരു മടി, മരുമകളുടെ കൂടെ ഇരിക്കാൻ അമ്മായിമ്മക്ക് എന്തോ മടി. ഇവിടെ ഇരുന്നില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വേറുള്ളവരടുത്ത് പോയിരിക്കന്നെ നല്ലത്. കാരണം എന്താ, അവരെങ്കിലും പരിചയപ്പെടാലോ. പക്ഷെ എന്നാലും ഒരു അകൽച്ചയുണ്ടാകാൻ പാടില്ല. പാവം ഇതായിരിക്കുന്ന ഉമ്മാമ്മമാര് മുമ്പില് ഇവരെന്തായാലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എന്തിനായിരിക്കും? ഷാളണിയിക്കാനാണ്. ഇങ്ങോട്ട് കേട്ടില്ലെങ്കിൽ അവിടെ വെച്ചിട്ടെങ്കിലും നിങ്ങൾ ഷാളണിയിക്കും, ഉറപ്പാണ്. ഇന്ന് ആദരിക്കാൻ പോവാണ്. പക്ഷെ ഇന്ന് ഈ കുടുംബത്തിലെ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആദരിക്കുന്നു. വീട്ടിലെത്തുമ്പോ സ്വന്തം മക്കളും മരുമക്കളും ഇവിടെ ആദരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ഷാളുകളെല്ലാം വെറുതെയാണ്. അതെല്ലാം കാറ്റിൽ പറത്തേണ്ടതാണ്. ഏറ്റവും വലിയ ആദരം കിട്ടേണ്ടത് ഈ പാവങ്ങൾക്ക് സ്വന്തം വീട്ടിലാണ്. കാരണം ഉമ്മമാരുടെ കണ്ണുനീര് അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അത് ഉറ്റി വീഴുന്നിടം കത്തിച്ചാമ്പലാകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
ഉമ്മമാരുടെ കണ്ണുനീരെവിടെയാണ് ഒറ്റ വീഴുന്നത് അവിടം കത്തിച്ചാമ്പലാകും. ചില ആൾക്കാർ ബിസിനസ് തുടങ്ങണ്, അത് പൊട്ടണ്, പിന്നെയും ബിസിനസ് തുടങ്ങണ്, പൊട്ടണ്, കടത്തിന്റെ ആഴങ്ങളിലേക്ക് പോണ്. കാരണം തിരഞ്ഞിട്ട് കാണുന്നില്ല. മെല്ലെ കാരണങ്ങൾ ഇങ്ങനെ ചിക്കി ചികഞ്ഞ് നോക്കുമ്പോ എന്നെങ്കിലും ഒരു ദിവസം ഉമ്മയോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെങ്കിലും ഒരു ദിവസം വാപ്പയെ അഭിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും പൊട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഞാൻ എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, ബഷീർ ക എന്ന് പറയും, ടീ ടൈം ബഷീർ. അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ഘാടനവും ചെയ്യിപ്പിക്കാറുള്ളത് സ്വന്തം മാതാവിനെ കൊണ്ടാണ്. 75 വയസ്സ് പിന്നിട്ട മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. ഉമ്മയെ കൊണ്ടുപോയിട്ടാണ് എല്ലാ ഉദ്ഘാടനങ്ങളും ചെയ്യുക. ഇപ്പൊ 100ഓളം ഷോപ്പുകളായി എന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയുന്നത്. ടീ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഖത്തറിലും അതേപോലെ തന്നെ സൗദി, പിന്നെ ഇവിടെയൊക്കെ ഉള്ളവർക്ക്, ഒമാനിലുള്ളവർക്കൊക്കെ അറിയാം. ഓരോ ഉദ്ഘാടനങ്ങളും ഉമ്മയെ കൊണ്ടാ ചെയ്യിപ്പിക്കുക. നമ്മുടെ വീട് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മയാണ്. പ്രിയപ്പെട്ട ഉസ്താദുമാരും അതേപോലെ സയ്യിദുമാരും ക്ഷമിക്കുക, നിങ്ങൾ 10 മണിക്ക് വന്നുകൊള്ളുക, 9 മണിക്ക് വന്നുകൊള്ളുക. ഇപ്പൊ സൗകര്യമുള്ളവർ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചോ, ഞാൻ അതിൽ ഇടപെടുന്നില്ല, ഞാൻ വിവാദങ്ങളിലേക്കില്ല. പക്ഷേ ആര് വന്ന് ഉദ്ഘാടനം ചെയ്താലും നിങ്ങൾ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ മാതാവ് നിങ്ങൾക്ക് വേണ്ടി 1000 തവണ നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. നിസ്കാരപ്പാരയിൽ നിന്ന് ദുആ ചെയ്തിട്ട് ഓരോ കല്ലും എടുത്തു വെക്കുമ്പോ മാതാവിന്റെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതില് ആ മനുഷ്യ സ്ത്രീയെ കൊണ്ടാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ആൾക്കൂട്ടത്തിൽ വെച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സുബഹിക്ക് മുമ്പേ ആൾക്കാരെ ആരെയും നിങ്ങൾ വിളിക്കണ്ട, ഉമ്മാനെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോ. എന്നിട്ട് 7 മണിക്കോ 8 മണിക്കോ ഉസ്താദുമാരും സയ്യിദന്മാരും എല്ലാവരും വന്നോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ്, വിവാദങ്ങളിലേക്ക് ഞാനില്ല. എല്ലാ സയ്യിദന്മാരും എല്ലാ ഉസ്താദുമാരൊക്കെ ഒരുപാട് ഉയരങ്ങളിലാണ്. പക്ഷേ മയ്യത്ത് നിസ്കരിക്കേണ്ടത് സ്വന്തം മകനാണ് എന്നതുപോലെ ഉമ്മ മരിച്ചെടുക്കുമ്പോ, വാപ്പ മരിച്ചെടുക്കുമ്പോ എത്ര വലിയ ആൾക്കാർ ബാക്കിലുണ്ടെങ്കിലും അത് നിസ്കരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം സ്വന്തം മകനാണ് എന്നതുപോലെ നമ്മളൊരു വീട് വെക്കുമ്പോ, വീടിന്റെ തറക്കല്ലിടുമ്പോ അതിനു വേണ്ടിയിട്ട് ആ തറക്കല്ല് എടുത്തു വെക്കേണ്ടത്, നമ്മുടെ മേപ്പടി എടുത്തു വെക്കേണ്ടത്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം പിതാവാണ്. ഇതുപോലെ പ്രായം ചെന്ന പിതാക്കളോട് നിങ്ങൾ പറയുമ്പോ, ആ പാവങ്ങൾ കത്രിക കൊണ്ട് വെട്ടുമ്പോ അല്ലെങ്കിൽ ചാവി തുറക്കുമ്പോ കണ്ണൊന്ന് നനയാനുണ്ട്, കണ്ണൊന്നൊലിക്കാനുണ്ട്. 1000 പ്രാർത്ഥനയേക്കാൾ അപ്പുറമാണ് ആ ഒരു തുള്ളി കണ്ണുനീർ. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. മാതാപിതാക്കളെ അങ്ങനെ ആദരിക്കാൻ നമുക്ക് പറ്റണം. ഉദ്ഘാടനങ്ങൾ അവരെ കൊണ്ടാ ചെയ്യിപ്പിക്കേണ്ടത്. വലിയ ഷോപ്പിന്റെ ഉദ്ഘാടനം ആദ്യത്തിൽ നിങ്ങൾ ഉപ്പാനെ കൊണ്ടോ ഉമ്മാനെ കൊണ്ടോ ചെയ്യിപ്പിച്ചോ. 10 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട തങ്ങന്മാരും പ്രിയപ്പെട്ട ആളുകളും വന്നോട്ടെ. ഉപ്പന്മാരുടേതിനേക്കാൾ ചെറുതാണ് അവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം കൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഗൾഫിൽ ഉള്ള സഹോദരന്മാർ ഇത് കേൾക്കുന്നുണ്ട് ഈ സംസാരം. നിങ്ങളൊരു ചെറിയ വാക്ക്, നിങ്ങൾ പള്ളികൾക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ഒരുപാട് പിരിവുകൾ കൊടുക്കുന്നവരാണ്. പള്ളിപ്പണിക്ക് നിങ്ങൾ 1 ലക്ഷം കൊടുത്തിട്ടുണ്ടാകും, മദ്രസയുടെ പിരിവിന് 50,000 കൊടുത്തിട്ടുണ്ടാകും. ഗൾഫിൽ നിന്ന് നിങ്ങൾ പറഞ്ഞേക്കണം, വാപ്പാന്റെ അടുത്ത് പോയാൽ മതി, ഇപ്പാന്റെ അടുത്ത് നിന്ന് കിട്ടുന്നു. ഉപ്പയില്ലെങ്കിൽ പറഞ്ഞേക്കണം, ഉമ്മാന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളിനെന്ന്. അത് കൊടുക്കേണ്ടത് ഉമ്മയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ വാപ്പന്റെ കയ്യിലാണ്. പള്ളിക്കാര് വന്നിട്ടത് വാങ്ങേണ്ടത് ദുബായിക്കാരനായ നമ്മുടെ കയ്യിൽ നിന്നാകരുത്, നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന്റെ കയ്യിൽ നിന്നാണ്. 2 പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. നമ്മൾ കൊടുത്തു എന്നതിന്റെ പ്രതിഫലം, ഇഖ്ലാസോട് കൂടി ആയി എന്നതിന്റെ പ്രതിഫലം. മറ്റൊന്ന് നമ്മുടെ പിതാവിനെ ആദരിച്ചു എന്നതിന്റെ പ്രതിഫലം. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഈ സംഭാവനകൾ കൊടുപ്പിക്കേണ്ടത്. അവരെ ഇസ്സത്തോടു കൂടി അത് നൽകട്ടെ. അവരുടെ ഇസ്സത്താണ് വലുതാകേണ്ടത്, നമ്മുടെ ഇസ്സത്തുകളല്ല. ഏതെങ്കിലും ഒരു മകനെ കല്യാണ നിശ്ചയത്തിന് വിളിക്കുന്നുവെങ്കിൽ ആ മകന് ചിലപ്പോൾ സൗകര്യം ഉണ്ടോ ഇല്ലയെന്നല്ല, വാപ്പനെ തിരസ്കരിച്ചുകൊണ്ട് മകനെ വിളിക്കുന്നുവെങ്കിൽ അപ്പ പറഞ്ഞേക്കണം, നിങ്ങൾ വാപ്പാനെ വിളിച്ചോളിൻ, ഞാൻ കല്യാണത്തിന് വരാമെന്ന്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം വാപ്പാര് കുറേ കല്യാണ നിശ്ചയത്തിന് പോയവരാണ്. അപ്പൊ ചിലപ്പോൾ മകൻ ഭയങ്കര പ്രതാപിയായിരിക്കും, ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ അറിയുന്ന ആളായിരിക്കും. അവരെയല്ല വിളിക്കേണ്ടത്, അവരുടെ പിതാക്കന്മാർ. അവരും വിളിച്ചോ നിങ്ങൾ, പക്ഷെ വാപ്പമാരെ തള്ളിക്കൊണ്ടല്ല മക്കളെ നമ്മൾ മുൻകടക്കേണ്ടത്. നമ്മുടെ പിതാക്കന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പിതാക്കന്മാരെ ആദരിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റണം. ഉദ്ഘാടനങ്ങൾ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. അപ്പൊ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം അങ്ങേ അറ്റം ശക്തമായി വരും. വെള്ളിയാഴ്ച ദിവസം വരുമ്പോ നമ്മുടെ പിതാവോ അല്ലെങ്കിൽ ഉമ്മയോ ഒക്കെ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഉച്ചക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് കഴിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കണം. വെറും പെരുന്നാളിന് മാത്രമല്ല നമ്മൾ പിതാവിനെ വിളിക്കേണ്ടത്.
ഇങ്ങനെ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, സ്നേഹപുരസ്കരമായ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നതാണ്. പിന്നെയോ പ്രായം ചെന്നവരെ കൊണ്ട് യാത്ര പോകാൻ നമുക്ക് പറ്റണം. ഞാൻ ഈ കുടുംബത്തിലെ ആളുകളോട് പറയാണ്, ഇവരൊക്കെ കുറെ ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ചിട്ട് പറ്റി നിങ്ങൾ സാധുക്കളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും, വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറയാം, ഉളിയത്ത് ഫാമിലിയോട് നിങ്ങൾ ഇവരെയും കൊണ്ട് യാത്ര പോകണം. അതിൽ കുട്ടികളെ കൊണ്ടുപോകരുത്. ഞാനൊരു അഭിപ്രായം പറയാണ് കേട്ടോ, ഒരഭിപ്രായം. മൂപ്പര് ഭയങ്കര ബാധ്യത ഉണ്ടാക്കിയൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. ഇതിനാകെ ഒരു 10,000-15,000 ഉറുപ്പ്യാവും. നിങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കോ ഉദാഹരണത്തിന്, നല്ല രസമാണ്. ഏത് 60-70 വയസ്സുള്ള ആൾക്കാരെ ബസ്സിൽ കൊണ്ടുപോവുക, 10-50 ആൾക്കാർ ബിരിയാണിയൊക്കെ പേരിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണം. പോണ വൈക്ക് ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ എത്തിയിട്ട് ബോട്ടിൽ കയറ്റണം. ഇതിനും വലിയ പൈസ ഒന്നുമില്ല. ബോട്ടിൽ കയറ്റിയിട്ട് ബോൾഗാട്ടി പാലസിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് പാലസൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ, ഞാൻ അതിൻ്റെ പരസ്യം പറയല്ല, നേരെ എന്തൊക്കണം ലുലു മാളിലൊന്ന് കയറ്റുക. എന്നിട്ട് ആ എസ്കലേറ്ററിൽ നമ്മളങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എസ്കലേറ്ററിൽ ഇങ്ങനെ കാലിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ വലിക്കും. കാരണം ഇതുവരെ എസ്കലേറ്റർ കാണാത്ത ആൾക്കാർ, ദുബായ് പോകാത്ത ആൾക്കാർ, കൃഷിപ്പണി മാത്രം ചെയ്തവരൊക്കെ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പം നമ്മൾ പറയാം, ഇതുപോലൊക്കെ തന്നെയാണ് ഏകദേശം ദുബായ് എന്നാണ്ട് പറയാ, ഇതുവരെ ദുബായ് കാണാത്തവരോട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. വരുമ്പോൾ കുറെ നാളുകൾ കഴിയുമ്പോൾ ചോദിക്കും, എടാ ഇനി അമ്മക്ക് എന്നാ അങ്ങനെ ഒരു പോക്കെന്ന്. ഇതേ വയസ്സന്മാർ നമ്മളോട് ചോദിക്കും. കാരണം ഇവര് വീട്ടില് പാവങ്ങളായിരിക്കാൻ ഒരുപാട് കാലം അവർക്ക് അബുദാബിയുടെ ഓർമ്മയുണ്ട്, ഒരുപാട് കാലം അവർക്ക് ഖത്തറിന്റെ ഓർമ്മയുണ്ട്. ഖത്തറും അബുദാബിയെല്ലാം പോയി അവസാനം തന്റെ പേരമക്കള് പോലും കടന്നു വരാത്ത ഒരു കാലം ഏകാഗിയായിരിക്കുന്ന സമയത്ത് അവരെയും കൊണ്ട് ഇടയ്ക്ക് യാത്ര പോവുക എന്നത് നിർബന്ധമാണ്. ഇനി എറണാകുളത്തേക്ക് പോകാൻ നിങ്ങളത്തെ പൈസ ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടോ, ഇല്ല എന്ന് വിചാരിച്ചോ. ഞാനൊരു ഉദാഹരണം പറയാം, എല്ലാവർക്കും ആണല്ലോ ഇത് നടക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നേരെ ബസ് കയറ്റിയിട്ട് കടപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 3 മണിക്ക് മീൻ വരുന്നൊരു സമയമുണ്ട്. ഒരു കൊട്ട മത്തിക്ക് ചിലപ്പോൾ 500 ഉറുപ്പ്യൊക്കെ കിട്ടുന്ന സമയമുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി കടപ്പുറത്തേക്ക് ഒരു കൊണ്ടുപോകല്, എന്നിട്ട് മത്തിയും അയിലൊക്കെ വാങ്ങിയിട്ട് കീശയിലാക്കിയിട്ട് ഒരു കൊണ്ടരല്. കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കലാണ്. ഈ ഇമ്മാമാരെ ഇടക്കിടക്ക് നിങ്ങൾ കൂട്ടണം. എന്നിട്ട് അരിമണി വറുത്തതും ചായ ഉണ്ടാക്കണം. ആ പാവങ്ങൾ അത് കഴിച്ചിട്ട് കുറെ കാലമായിട്ടുണ്ടാവും. മരുക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കൽ ഇപ്പോൾ ഒരു മോശമാണ്. അരി വറക്കലേനപ്പത്തെ മരുക്കൾക്ക് അറിയില്ല. അതൊക്കെ പട്ടിണി കാലത്ത് എന്നതാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള കോഫി സ്റ്റാർബക്സിന്റെ കോഫിയാണ്. ഞാൻ പൈസ കൊടുത്ത് കഴിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. 1500 ഉറുപ്പ്യൊക്കെ വിലയുള്ള കോഫിയാണ് സ്റ്റാർബക്സ്. ഞാൻ പറയുന്നു, അതിനേക്കാൾ അപ്പുറം ടേസ്റ്റാണ്, അതിനേക്കാൾ അപ്പുറത്തുള്ള ചായയാണ് അരിമണി വറുത്തതും ചായ എന്ന് പറഞ്ഞാൽ. 1500 ഉറുപ്പ്യന്റെ കോഫിനേക്കാളും ടേസ്റ്റാണ് അതിന് ഉമ്മയുടെ ഗന്ധമുണ്ട്. മരിച്ചുപോയ നമ്മുടെ ഉമ്മയുടെ ശ്വാസമുണ്ട്. അങ്ങനെയായിരിക്കണം നമ്മളത് കുടിക്കേണ്ടത്. നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇമോഷണൽ ആകുന്നത് എൻ്റെ ഉമ്മയില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഇവരെ കൂട്ടിയിട്ട് ചായ സൽക്കാരം നമ്മൾ ഉണ്ടാക്കണം. മാതാപിതാക്കളെ അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അത് നമുക്ക് എന്താ ചെലവ്? ജസ്റ്റ് ഒരു അരിമണി വറുത്തതും ചായയുമാണ്. നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചിരട്ടിയിൽ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ പിലാവിലൻ്റെ പിന്നെ എന്താ പറയുക കയ്യിലുണ്ടാക്കുക. അതൊക്കെ അവർക്കൊരു ഓർമ്മയാണ്. ഇതെന്തിനാണെന്നറിയോ? വെറും ഓർമ്മക്കല്ല പറയുന്നത്. മനുഷ്യന് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ. അത് ധാരാളമായി നമുക്ക് ലഭിക്കും ഇന്നലകളിലേക്ക് പുറപ്പെടാൻ നമ്മൾ ഒരുങ്ങിയാൽ. എന്തിനാ ഇമ്മാമാൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത്? ഉമ്മാമാൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത് ഉമ്മാമാനെ കാണാൻ വേണ്ടി മാത്രമല്ല, ഇന്നലകളിലുള്ള ഉമ്മാമയെ കാണാനാണ് നമ്മൾ പോണത്. അതേതാ ഉമ്മാമെന്നറിയോ? ഇന്ന് നമുക്ക് 40 വയസ്സായെങ്കിൽ ഈ 40 വയസ്സായ നമ്മുടെ ഉമ്മാമാക്ക് അപ്പം 80 വയസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 65-70 വയസ്സായിട്ടുണ്ടാവും. ഈ 75 വയസ്സായ ഉമ്മാമാനെ നമ്മൾ കാണാൻ പോണത് അന്നത്തെ കാഴ്ചയല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന ദിവസം ലേബർ ഹാളിൽ കിടന്നിട്ട് ഉമ്മ വിതുമ്പി കരയുമ്പോ, ആഹ് എന്ന് പറഞ്ഞിട്ട് പ്രസവ വേദന എടുത്ത് കരയുമ്പോ, ഈ പാവം സ്ത്രീ ഇപ്പുറത്ത് തസ്ബീഹ് മാല മറിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു. ഈ ഉമ്മാമ പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ കുട്ടിക്കും കുട്ടിയുടെ കുട്ടിക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന. എൻ്റെ കുട്ടിക്കും എൻ്റെ കുട്ടിയുടെ കുട്ടിക്കും. അതിനുവേണ്ടി സൂറത്ത് യാസീൻ ഓതി, സൂറത്ത് റഹ്മാൻ ഓതി. ഇത് ഓതിയിട്ട് അവർ നിൽക്കുകയായിരുന്നു ഇപ്പുറത്ത്. ആ ഉമ്മാമയെ കാണാനാണ് ഇന്ന് നമ്മൾ പേരക്കുട്ടികൾ പോകാതിരിക്കുന്നത്. നമ്മുടെ ജന്മത്തിന് വേണ്ടി ജനിക്കുന്ന സമയം
എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോ ആ സമയത്ത് ആകാശത്തേക്ക് കൈനട്ടുകൊണ്ട് പ്രാർത്ഥിച്ച പാവം ഉമ്മാമയെ കാണാൻ നമുക്ക് സമയമില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് മനുഷ്യനാണ്? എത്ര പ്രശസ്തിയിലേക്ക് പോയാലും ഉമ്മാമയുടെ കയ്യിൽ നിന്നും ഒരു ചോറുള്ള വാങ്ങിക്കഴിക്കണം. ഉമ്മാമാർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല. ഞാൻ ഇപ്പോഴത്തെ പേരക്കുട്ടികളോടെ പറഞ്ഞത്, അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല. ഉമ്മാമ്മമാരുടെ ഇടയിൽ നിന്നിട്ട് കഥ കേൾക്കണം, ബന്ധങ്ങൾ രസകരമാക്കണം, ഇടക്കിടക്ക് കുടുംബങ്ങൾ കൂടണം. അയൽപ്പക്കത്തായിരിക്കും നമ്മളെ കുടുംബമൊക്കെ ഉണ്ടാകുക, അവരൊക്കെ സ്നേഹപൂർവ്വം കഴിയണം. ഒരിക്കലും ഒരു കുനിഷ്ടോ കുശുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകരുത്.